ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാസൽ യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മളിപ്പോൾ ട്രാം ഇറങ്ങി ക്രോസ് ചെയ്ത് വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഹോർസാൽ സിനിമയാണ് ഫ്രണ്ടിലുള്ളത്. എവിടെയാണുള്ളത്? ഹോർസാൽ ഐൻസിന്റെ ഫ്രണ്ടില്. അതായത് ഇത് കാര്യമായിട്ട് എന്തിനാണ് ഈ ഹോർസാൽ ഐൻസ് യൂസ് ചെയ്യുന്നത്? Okay. നമുക്ക് ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് എന്ത് കണ്ടത്? എന്ത് ഈ സ്ഥലത്ത് അല്ലേ? ആ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീ പറഞ്ഞ കളിയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ആ തീ കടത്താൻ വേണ്ടിട്ട് മഴ പെയ്തു. പോയി. പിന്നെ സസ്പെൻഡ് ചെയ്തേക്കാണ്. പിന്നെ ശരിയായി. ലാസ്റ്റ് നമ്മളെ ജർമ്മനി ജയിച്ചു. പിന്നെ സംഭവിച്ചു. ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോർസാൽ 2ന്റെ ഫ്രണ്ടിലൂടെയാണ്. ഇതിപ്പോ എല്ലാ ബിൽഡിങ്ങിന്റെ പേരും പറയൂ. ഹോർസാൽ 3ന്റെ ഫ്രണ്ടിലോട്ട് എത്താം. അങ്ങനെ നമ്മളിപ്പോൾ ലൈബ്രറിയുടെ പുറത്ത് സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ ഇപ്പൊ നമ്മള് യൂണി ഷോപ്പിന്റെ ഫ്രണ്ടിൽ എന്താന്നറിയില്ല. ഇവിടെ എന്താ കിട്ടാൻ കിട്ടി അങ്ങനത്തെ കുറെ സാധനങ്ങൾ മീറ്റേഴ്സിന്റെ കുറെ എന്റെ ബോധം കടിക്കും, ചമ്മ ബോധം കടിക്കും. നമ്മള് ലൈബ്രറിന്റെ ഫ്രണ്ടിലെത്തി. പക്ഷെ നമ്മൾ ലൈബ്രറി കയറില്ല. ലൈബ്രറിന്റെ ഫ്രണ്ടിൽ കൂടി നമ്മൾ വേറെ സെറ്റിക്ക് പോകും. നമ്മളിപ്പോ എന്താണ് ഇന്ന് നല്ലൊരു വീക്കെൻഡാണ്. അതെ, അപ്പം വീക്കെൻഡ് നല്ലത് വീക്ക് കഴിഞ്ഞില്ലേ? പോടതൻ പിന്നെ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സൺഡേ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതെ, the last lapse of weekend അല്ലേ? അതായത് still it's a weekend. Right. So നമ്മളിപ്പോ No, I am straight. We are going straight. Thank you. നമ്മൾ നടന്ന് കളിക്കാൻ. ഇന്ന് നമ്മള് അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മള് എന്ത് വിചാരിച്ചു, ആ മഴ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഫുട്ബോൾ കളിക്കാം. അപ്പോൾ ഫുട്ബോൾ കളി അറിയില്ലെങ്കിൽ കൂടി ആ കളിയിലേക്ക് ഫുട്ബോൾ കളി അറിയില്ലെങ്കിൽ കൂടി ആ കളിയുടെ ഊർജം കൊണ്ട്, ഇന്നലെ കണ്ട കളിയുടെ ഊർജം കൊണ്ട് നമ്മുടെ മിൻമിനി ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അല്ലേ തയ്യാറെടുത്ത് വരികയാണെന്നാണ് തോന്നി പറഞ്ഞു വരുന്നത്. എന്താവും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. 4 കാല് പോവും, 3 ആൾക്കാരെ കണ്ണ് കൈയിടും, 4 ആൾക്കാരെ തുപ്പും. ഇപ്പാണ് കണ്ടിട്ട് കൊറേ കാലം അവന്റെ ഭാഷ നന്നായി. നന്നായ ഭാഷയാണത്. അപ്പൊ എനിക്കിങ്ങനെ ഊഹിക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്റെ ഭാഷ എന്തേക്കായിരുന്നു അതിന്റെ അളവ്. അപ്പൊ ഇതാണ് ഇപ്പം നമ്മള് മെൻസയുടെ മുന്നിലാണ് വരുന്നത്. കാര്യമായിട്ട് നമ്മള് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെന്നാണ് ഇവരൊരു അവകാശം. നമ്മളങ്ങോട്ട് കാലാണ് കുത്തിക്കളാ. ഇന്ത്യൻ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു എത്തിയിട്ട് കിട്ടിയ ഉരുളക്കൈ പിങ്ങിയത്. അതെ, ഉരുളങ്കിങ് പേരിൽ നല്ല മറ്റേ ഇന്ത്യൻ മസാല ഇട്ട ഒരു സാധനം. പക്ഷെ അവര് പറയുന്നു അത് ഇന്ത്യൻ മസാലയാണ്. നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഏത്? ഇതാണ് മറ്റേ World War II. ഇതെന്താ പറയുക സംഭവം? ആ ബാക്കിലുള്ള ആളെ കണ്ടോ? അയാള് അതിന് ശരിക്കും ആളില്ല. ഇത് എങ്ങനെ ഇതല്ല, ഇത് വേൾഡ് വാർ. ഇതിന് ഭയങ്കര ഒരു ചരിത്രമാണ്. അതായത് ഇത് ഈ കാണുന്ന ഇത് എന്താണ്? അതെന്താണ്? ഇവിടുന്ന് അപ്പുറത്തേക്കത്തെ കുറെ ഇതാണ് പിന്നെ ലിയോണോയിഡ്. അതെന്താണെന്ന് പോലും എനിക്കറിയോ. അപ്പൊ കാഴ്ച ഞങ്ങളിപ്പോ ഏകദേശം ഗ്രൗണ്ടിന്റെ മധ്യവശത്ത്, അല്ലെങ്കിൽ അല്ല യൂണികാസലിന്റെ ഒരു മധ്യവശത്താണ് നമ്മളിപ്പോൾ അല്ലേ? ഇവിടെ നമുക്ക് നമ്മളെ കാസൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? അതായത് ഇപ്പം കാസൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നോക്കുന്ന കുട്ടികൾ, ഇപ്പം അഡ്മിഷൻ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളും താല്പര്യങ്ങളുണ്ടോ? ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യൂ നിനക്കൊരു കുറച്ച് പറയാം. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം, ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അയ്യോ
സാധാരണ ജർമ്മനിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഒരു സ്റ്റഡി സിസ്റ്റം എങ്ങനെയാണ്, പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കണം, അവരെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണം, അങ്ങോട്ട് ഓടണം ചിലപ്പോൾ ചെതറി ഓടും പ്രൊഫസേഴ്സിനെ കണ്ട. ഞാൻ ഓടിയത് ഇഷ്ടമില്ലാത്ത സ്വഭാവം കൊണ്ടാണ്. എന്റെ സ്വഭാവം ഇല്ല, പ്രൊഫസേഴ്സിന്റെ സ്വഭാവം. എടന്ന് വെച്ചപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സിനെ കണ്ട നമ്മള് ആ പരിസരത്തിന് മുങ്ങൂലേ. ഇജ്ജ് എത്ര വട്ടം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കോളേജിൽ പോവാത്തോണ്ട്. എന്നിട്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ ക്ലാസ്സിൽ വന്ന പ്രൊഫസേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞാൽ അവർ പോകുന്നു, അവർക്ക് പിന്നെ നമ്മുടെ കാര്യം നോക്കാൻ ഇല്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ അവർ വളരെ ഹെൽപ്ഫുൾ ആണ്. അവരുടെ മൈൻഡിൽ എപ്പോഴും അവര് സ്റ്റുഡൻസാ. അവര് നമ്മുടെ കയ്യിൽ നിന്നും പല സാധനങ്ങളും എന്താ അറിയാൻ ആഗ്രഹിക്കും. ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്. പിന്നെ മാത്രല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വെച്ചിട്ട് കൺഫ്യൂഷനായി ഓനോടാണോ മറ്റോടാണോ. അപ്പോൾ ജർമ്മനിയിൽ എന്താ ഞാൻ അറിഞ്ഞത്, ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയുടെ പോലെയല്ല. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഹൈറാർക്കി, സ്റ്റുഡൻറ്റ് പ്രൊഫസർ എന്നുള്ള, അതുപോലെ അവരുടെ ഈഗോ. പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലത് വളരെ കുറവാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ വിചാരിച്ചു, എൻ്റെ കോഴ്സ് കോർഡിനേറ്റർ ഉണ്ട്, മുപ്പേരും പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളി നമ്മുടെ കൂടെ സ്റ്റുഡൻറ്റിനെ പോലെ ഞാൻ വിചാരിച്ചത്, നമ്മുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണെന്ന് വിചാരിച്ചത്, നല്ല പ്രായമുള്ള സ്റ്റുഡൻറ്റ്. പക്ഷെ പിന്നെ മനസ്സിലായത് പുള്ളി, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ പുള്ളി കോഴ്സ് കോർഡിനേറ്ററാണ്, പുള്ളി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പുള്ളിയാണ് പിന്നെ അറിയുന്നത്. അപ്പം അത് ഞങ്ങളുടെ ബാക്കിയുള്ള പ്രൊഫസേഴ്സൊക്കെ നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ അതൊരു മെയിൽ അയച്ച് പറഞ്ഞാൽ മതി, അവരെ ഇൻഫോം ചെയ്താൽ മതി. അവരുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ എന്ത് കാണിച്ചാലും അവർക്ക് ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? നമ്മൾ അതിനെപ്പറ്റി പേടിക്കാനോ ടെൻഷൻ അടിക്കാനോ നമ്മൾ ടെൻഷൻ അടിക്കരുതെന്നാണ് അവരുടെ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡിപ്രഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിലത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കളിയാക്കും. പക്ഷെ ഇവിടെ പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഡിപ്രഷൻ അല്ല, നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്നോട് അട്രാക്ട് ചെയ്തത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എന്ത് ഉപകാരം ചോദിച്ചാലും ഭയങ്കര വെൽക്കമിങ്. എന്താ അതിന്റെ കറക്റ്റ് വാക്കെന്താ? ഭയങ്കര കംഫർട്ടിംഗ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അവർ വളരെയധികം ശ്രമിക്കാറുണ്ട്. പിന്നെ വേറെ അടുത്ത പോയിന്റ് പറയും. ഈ യൂണിവേഴ്സിറ്റി അവിടെ നിൽക്കട്ടെ, എന്നോട് യൂണിവേഴ്സിറ്റി ചോദിച്ചത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പോയിന്റ് ഈ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പോയിന്റ് യൂണികാസലിന്റെ വേറൊരു പ്രത്യേകത നീ ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് ഏറ്റവും ഫ്രണ്ട്ലിഷ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ഇവിടെയാണെന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ അത് ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് ഇവിടെ എല്ലായിടത്തും എല്ലാ യൂണിവേഴ്സിറ്റിയും ഇങ്ങനെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റി ഇങ്ങനെ, ഞാൻ എവിടുന്നും ഇതുവരെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ. ഒരു പ്രൊഫസർമാരെ കുറിച്ചോ അങ്ങനൊന്നും ഞാൻ ഇതുവരെ. ഇത് ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ജർമ്മൻ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്നാണ്. ഇവിടുത്തെ ജർമ്മൻ സ്റ്റുഡൻസ് സൊസൈറ്റി നമ്മളെ വളർത്തുക. പക്ഷെ പിന്നീട് നമ്മളിങ്ങനെ ഈ ഒരു ജനറേഷനൊക്കെ എത്തിയപ്പോഴാണ്, ഞാൻ ഈ ജനറേഷന്റെ ഭാഗമാണെന്ന് പറയുമെങ്കിലും ഞാൻ ആ ജനറേഷനും കൂടി കണ്ടു വളർന്ന. എനിക്ക് പോണതായി അപ്പൊ എനിക്കും ആ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 32ാമത്തെ ബർത്ത്ഡേ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളി സെലിബ്രേഷൻ, ഒറ്റ കുത്ത് അത്യാവശ്യം ഞങ്ങൾ കടന്ന് മേടിക്കണ്ട. അപ്പൊ അങ്ങനെ ഇനി അടുത്ത പോയിന്റ് പറ. ഇതെന്താ ഞാൻ പറഞ്ഞ പോയിന്റിന് വാല് പോലെ പറയണത്? അല്ല, അപ്പൊ പ്രൊഫസർമാരെ കാര്യം പറഞ്ഞു. പിന്നെ വേറെന്താ ഇവിടെ എനിക്ക് യൂണികാസിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എന്താ വേറെ ഇത് കാരണം എന്താ? പിന്നെ കാസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസൽ നല്ല സിറ്റിയാണ്. അത് പറയാൻ അഭിത്തേട്ടനെ വിളിക്കേണ്ടിയിരുന്നേ. എന്ത് കാസലിനെ പറ്റി പറയാൻ? കാസലിനെ പറ്റി പൊക്കി പറയാനൊന്നുമല്ല. കാസൽ പറഞ്ഞാൽ വലിയ സിറ്റി ഒന്നല്ല. ഇവിടെ ഇപ്പോൾ ഒരു സിറ്റി, ചെറിയൊരു സിറ്റിയാണ്. അതായത് പണ്ട് എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിന്റെ എന്താണ് ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു കാസൽ. അതറിയോ? ആയിരുന്നു ഒരു സമയത്ത്. 1984 തോന്നുന്നു. അല്ലല്ല, അത് നോക്കിക്കോളൂ. പക്ഷെ ഡേറ്റിന് ചെറിയൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ 1980 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ എത്ര ഓക്കെ, അപ്പൊ അതിലും വീക്കായി. ഏറ്റവും ലാസ്റ്റ് മനസ്സിലായി. അത് കാരണം കാസൽ പറഞ്ഞാല് വലിയ സിറ്റി ഒന്നുമല്ല, ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതായത് ഒരു വലിയ സിറ്റിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും അല്ല, അത് ബേസിക് ആയിട്ടുള്ള
പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലായിടത്തുള്ള കണക്ഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ സിറ്റിൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിൻ്റെ ഒരു തല മുതൽ ഇതെന്താ അന്നം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ മനുഷ്യൻ ഇവിടെ ആയിട്ട് കാക്കാന്ന് പറഞ്ഞിട്ട് അതായത് ഈ സിറ്റിൻ്റെ ഒരു തല മുതൽ അപ്പുറത്തെ തല വരെ പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ മതി ഒരു കാർ ഡ്രൈവിൽ. അത്രക്കും ചെറിയ സിറ്റിയാണ്. പിന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇത്തിരി പാർക്ക് ഇരിക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട്. പിന്നെ ഏറ്റവും ഇപ്പോൾ കാസിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്ന ഏറ്റവും യുനെസ്കോയുടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹെർക്കുലസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അല്ലല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി എന്തിനാ അടയ്ക്കാൻ അറിയില്ല. എന്റെ കാര്യമില്ല ഉദ്ദേശിച്ചത്. ഞാൻ നോർമലായിട്ട് വരുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടിയാണ് ഓഫ് കോഴ്സ് പേരൻസ് പറഞ്ഞു വിടുന്ന അതിനാണ്. പക്ഷെ അതിന് സ്റ്റുഡൻസിന്റെ ഒരു കോർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് പറ്റിയൊരു സിറ്റി ആണിത്. ഇവിടെ നിന്ന് പല പല കൺട്രിയിലോട്ട് പോവാൻ അല്ലേ. പിന്നെ ഏറ്റവും വേറൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിൽ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഏകദേശം സെൻട്രലാണ്. അപ്പം ഈ ഒട്ടും വലിയ മിക്ക സിറ്റിയിൽ ഇപ്പോൾ ബെർലിൻ ആയിക്കോട്ടെ, മ്യൂണിക് ആയിക്കോട്ടെ, സ്റ്റുട്ട്ഗാർട്ട് ആയിക്കോട്ടെ, ഫ്രാങ്ക്ഫർട്ട് ആയിക്കോട്ടെ. ഫ്രാങ്ക്ഫർട്ട് അടുത്താണ്. ഇങ്ങനത്തെ വെറുപ്പിക്കല്ലേ. ഇവിടെ ഒരു കാര്യമായിട്ട് ഞാൻ മെയിനായിട്ടൊരു പോയിന്റ് പറയുമ്പോൾ വലിയ സിറ്റികൾക്കൊക്കെ പോകാൻ ശരി 5 മണിക്കൂർ, 4 മണിക്കൂർ, 3.5 മണിക്കൂർ ഇത്രയൊക്കെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ മലപ്പുറത്തിന്റെ എറണാകുളത്തേക്ക് പോകണം. അതായത് അടുപ്പിലൊരു എക്സാമ്പിൾ ഒന്നും മാച്ച് ഇല്ലാത്ത അത് നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ തന്നെ കാസിൽ പറഞ്ഞത്. കാസിൽ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ്. അല്ല, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയതല്ല. കാസിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നു. ഷിബിലി അല്ല, അതായത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനും ജർമ്മനിയുടെ ഒരു നല്ലൊരു എക്സ്പ്ലോറിംഗ് വശം എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതെ. പിന്നെ അത് മാത്രല്ല, ഫ്രാങ്ക്ഫർട്ടിലും ബെർലിനും നമുക്ക് എപ്പോഴും പോവാലോ. പക്ഷെ ജീവിക്കാൻ ഒരു അനുയോജ്യമായിട്ടുള്ള പീസ്ഫുള്ളും. അതായത് കാസിൽ ഏറ്റവും ജർമ്മനിയിലെ എത്ര സ്ഥാനം ഒന്നും കറിയില്ല, പക്ഷെ ഭയങ്കര ഗ്രീൻ സിറ്റിയാണ്. അതെ, ഗ്രീൻ സിറ്റി, പച്ച. അതായത് എല്ലാം കൊണ്ട് പൊല്യൂഷൻ ആയിക്കോട്ടെ, മരങ്ങളായിക്കോട്ടെ, ഇതുകൊണ്ടൊക്കെ ഈ ഗ്രീൻ ഇൻഡെക്സിൽ മുകളിൽ വരുന്നൊരു സിറ്റിയും കൂടിയാണ്. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറെന്തേനി? പിന്നെ ഇവിടെ ഹെർക്കുലീസ് ഉണ്ട്. വേറെന്താ ഉള്ളത്? ഒറാഞ്ചറി ഉണ്ട്, പിന്നെ ഗ്രിംബെൽറ്റ് ഉണ്ട്. പിന്നെ ഇതെന്താ IAS പറഞ്ഞ ചോദ്യമാണല്ലോ, എല്ലാവർക്കും അറിയാം. കോമഡി ആണെന്ന് അവള് വിചാരങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്ത് തിരിച്ചിട്ട് പണ്ടാറടി കൊടുക്കും. അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ കോളേജ്, കാസിൽ യൂണിവേഴ്സിറ്റി അത്യാവശ്യം 25,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജാണ്. പക്ഷെ കണ്ടാൽ നമുക്ക് അത്ര തോന്നില്ല. പക്ഷെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് ആകപ്പാടെ കണ്ടിട്ടുള്ള കുറച്ച് സ്ഥലം. പക്ഷെ ഈ ചായ കണ്ടുള്ള ആ കാട്ടുമുക്കാണ് വിറ്റ്സൻ ഹൗസൻ. അതന്നെ അവിടുത്തെ കഥകൾ കേൾക്കണോ? പിന്നെ അത് മാത്രമല്ല, ഇവിടെ വിറ്റ്സൻ ഹൗസനിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. വിറ്റ്സൻ ഹൗസനിലാണ് ഇവിടെ വന്നപ്പോ തന്നെ പോയി നിന്ന്. എന്നിട്ട് എത്ര മാസം അവിടെ നിന്ന്? 6 മാസോ 6 മാസം. അത് ജർമ്മനിയോട് വിട്ടില്ല എന്ന് പറഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടില്ല നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചൂട്ട് കാര്യമായിട്ട് ഇവര് 2 ആഴ്ച കൂടുമ്പോൾ സിറ്റിക്ക് വരും ഷോപ്പിങ്ങിന്. എന്തിനാണ്? മെഴുകുതിരി വാങ്ങാന്, അതുപോലെ വിളക്ക് തിരി വാങ്ങാന്, തീപ്പെട്ടി വാങ്ങാനൊക്കെ വരും. കാരണം അവിടെ കറണ്ട് പോലും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ട്. കാരണം അഭിത്ത്, ശാലറ്റ് ഇവരൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ വിറ്റ്സൻ ഹൗസ് എന്ന് പറയുന്നത്. ഞാൻ പറയാം കേക്ക് സത്യാവസ്ഥ. ഇത് സത്യാവസ്ഥ. എന്നിട്ട് നമുക്ക് ഇപ്പോൾ അവിടെ പോയാൽ കാണാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഉണ്ട് ചൂട്ടൊക്കെ കത്തിച്ചാണ്ട് ആൾക്കാർ ഇങ്ങനെ പോണേക്ക. പാവ ഹബീത്തിന്റെ കഥ ഒക്കെ പോട്ടെ. എന്നിട്ട് ഇവിടെ ഇത് 6 മാസം കഴിഞ്ഞിട്ട് ഇവിടെ കാസിൽ വന്ന്, ഇവിടെ ഈ കാസിൽ എന്താണ് നമ്മളെ കാസിൽ മെയിൻ സിറ്റിയിൽ വന്നപ്പം ട്രാമൊക്കെ കാണുമ്പോൾ ഹായ് ട്രാം. അതുപോലെ അഭിത്ത് ഒരു ദിവസം ട്രാം ഫസ്റ്റ് കാണുന്ന സമയത്ത് ചെരുപ്പ് അയച്ചിട്ടാണ് ട്രാം കയറുന്നത്. ഇതൊക്കെ മനുഷ്യനോട് പറയാൻ പറ്റും മക്കളെ. അപ്പോ ഞാൻ സത്യാവസ്ഥ പറയാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അതവിടെ മാറി ചെയ്തു. ആ പുഷപ്പെടുക്ക് അത് എടുത്തിട്ട് ചെന്ന് പുഷ്പ കളിക്കുള്ളൂ. അവിടെ മാറി നിൽക്ക്. ഇത് ഞങ്ങൾ തമ്മിൽ കരാറാണ്. ഈ ഷിബിലിക്ക് ഇടയ്ക്കിടയ്ക്ക് വയൽ കയറി വരും. അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിട്ട് ഇപ്പം ഓളെ ഹിസ്റ്ററി നോക്കിയാല് ഓളൊരു മിനിമം 300 പുഷപ്പിലും കഴിച്ചിട്ടുണ്ടാവും. അത് 4 ദിവസം കൊണ്ടാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാസലില് വേറൊരു ക്യാമ്പസും കൂടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വാ. ഒരു ക്യാമ്പസും കൂടെ ഉണ്ട് വിറ്റ്സൺ ഹൗസിനില് അല്ലേ? കാസലില് ഇങ്ങോട്ട് മാറ്റി ക്യാമറ മാറ്റി. എനിക്ക് വല്ല അറിയാം വിറ്റ്സൺ ഹൗസിനെ പറ്റിട്ട്. വിറ്റ്സൺ ഹൗസ് ആർക്കും അറിയണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരും അതിനെ കുറിച്ച് അറിയാതിരിക്കുകയാണല്ലോ. അതായത് കാസൽ യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം 4 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് മുഹാദ് സ്ട്രാസെ, ഒന്ന് ഹോളണ്ടിഷ പ്ലാറ്റ്സ്, ഒന്ന് ഹെൻറി ചൈന പ്ലാറ്റ്സ്, ഹെൻറി ചൈന സ്ട്രാസെ. അതായത് ഞങ്ങളുടെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് വരുന്ന ആർക്കും വേണ്ട, പഠിക്കുന്ന കുട്ടികൾക്ക് വേണം. അങ്ങനത്തെ പിന്നെ മുഹാദ് സ്ട്രാസ് എഞ്ചിനീയറിംഗ് ഉള്ള സ്ഥലം. പിന്നെ അതുപോലെ പൊളിറ്റിക്സ് എക്കണോമിക്സ് ഒക്കെ വരുന്നത്, എക്കണോമിക്സ് അല്ല പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഹെൻറി ചൈന സ്ട്രാസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലം, മറ്റേ ഹെൻറി ചൈന പ്ലാറ്റ്സ് അങ്ങനെ എന്തോ ആണ്. എന്തായാലും 4 ക്യാമ്പസ് ഉണ്ട്. ഇത് 4 എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഓരോ സ്ട്രീമുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല കാസിൽ നിങ്ങൾ വിചാരിക്കാൻ ചെറിയ സിറ്റി ഒന്നുമല്ല, വലിയ സിറ്റി അല്ല, കോളേജ്. അപ്പോൾ എന്താ ഞാനിതിൽ അഗ്രികൾച്ചറാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ഓർഗാനിക് അഗ്രികൾച്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് വിറ്റ്സൺ ഹൗസ് അല്ല. അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സൗകര്യമായിട്ട് അവിടെ പോയി വരാൻ പറ്റുന്ന അവിടെ ഞാൻ ഒരു താമസ സ്ഥലം നോക്കി. അപ്പോൾ വിറ്റ്സൺ ഹൗസിൻ്റെ അടുത്ത് തന്നെ എനിക്ക് സ്റ്റുഡൻറ് ഹോം കിട്ടി. അപ്പോൾ അവിടേക്കാണ് ഞാൻ ആദ്യമായിട്ട് മൂവ് ചെയ്തത്. പിന്നെ അപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് കാസലിലെ സ്റ്റുഡൻറ് ഹോമിൽ കിട്ടാൻ പാടായിരിക്കും. കാരണം കുറേ അധികം അപ്ലിക്കൻസ് ഉണ്ടാവുന്നതുകൊണ്ട് കിട്ടില്ല. പക്ഷേ എനിക്ക് വിറ്റ്സൺ ഹൗസിൽ ഈസി ആയിട്ട് കിട്ടി. അതുകൊണ്ട് എനിക്ക് വരാൻ നേരത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നീട് എനിക്ക് വിറ്റ്സൺ ഹൗസൻ കുറച്ച് ലോൺലി, ഒരു ടിപ്പിക്കൽ ജർമ്മൻ വില്ലേജ്, ഭയങ്കര സൈലൻസ്, വിൻ്റർ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈം എത്തി. എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കാസലിൽ ഉണ്ട് എന്നൊക്കെ ഒരു ബോധ്യം വന്നപ്പോൾ എനിക്ക് അതിൽ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് മാറി. ഇപ്പം ഞാൻ അവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. അറിയുന്ന ആൾക്കാർ ചുറ്റുമുണ്ട്. അങ്ങനെ ആദ്യം തന്നെ വന്നത് എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്തേക്കാണ്. പിന്നീട് അതിനേക്കാളും കംഫർട്ടായിട്ടുള്ള സ്ഥലത്തോട്ട് ഞാൻ പോയി. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ.